പുൽവട്ട ഫിനിഷ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെയുള്ള നാട്ടിലെ ആദിവാസി യുവാക്കൾക്കും അതുപോലെ തന്നെ അവിടുത്തെ സഹോദരിമാർക്കും നമ്മുടെ ഫിനിഷ് ക്ലബിൻ്റെ വക ഓണം ഡ്രസ്സുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി സഹകരിച്ച പുൽവട്ടയിലെ ഫിനിഷ് ക്ലബിൻ്റെ എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിന് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളും ഇതാണ്. 5 പുതപ്പും പിന്നെ 4 മാക്സി പിന്നെ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ തന്നെ ഈ സാധനം ഉൾപ്പെടെ ഇപ്പോൾ തന്നെ കൊടുത്തേക്കും. ഇന്ന് ഉച്ചൻ്റെ മുന്നേ നമ്മളിത് കൈമാറും. അല്ല അത് ചെയ്യാം, നമുക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കാം. വെള്ളിയാഴ്ച അപ്പോൾ എല്ലാവർക്കും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഫിനിഷ് ക്ലബ്ബ് എന്നും ഇങ്ങനെയുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കും. കുട്ടികളെ പൊടിയിട്ട് എടുക്കട്ടോ, പൊടി ടീം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് തട്ടാത്തതുകൊണ്ടാണ്, പൊടിൻ്റെ പ്രശ്നമല്ല കേട്ടോ. പൊടി ഉറപ്പ് ഇവിടെ ആകെ കാട് ഒക്കെ വെട്ടിക്കണല്ലേ. അപ്പോൾ റബ്ബർ മുറിഞ്ഞോട്ടാണ് ഞങ്ങൾ. അപ്പോൾ ആനകളെ ശല്യം കമ്മിയാ കറക്കം. ഇനി ഇറങ്ങുന്നോ? ആ വേനലായി കഴിഞ്ഞാൽ വരും. ശരിയാണ്. ആനകളെ കൈ കൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. പടച്ചോനെ മണലിൽ ചതിച്ചു. ഓഫ് റോഡാട്ടത്. ആദ്യം നല്ല റോഡില്ലല്ലേ ഓല അവിടേക്കേ കറക്റ്റായിട്ടേ പോലെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ പോരണമെങ്കിലൊക്കെ. ഇതിപ്പോൾ പ്രൈവറ്റാ അത് അതോ പ്രൈവറ്റ് റോഡാ? അങ്ങനെ ആകുമ്പോൾ ഫണ്ടും വെക്കാൻ പറ്റില്ല അല്ലേ. നല്ല പ്രശ്നങ്ങളതാണ്. ശരിക്കും ഇത് പഞ്ചായത്തിൻ്റെ കീക്കിന് വരണം അല്ലേ. എന്നാൽ പിന്നെ എന്തായാലും ആ യാത്ര അതാണ് ഇങ്ങനെ പോകാൻ കഴിയുന്നത് മഴ ഇല്ലാത്തതുകൊണ്ടാണ്. ഓൽക്കൊല അസുഖങ്ങളായി കഴിഞ്ഞാൽ പ്രശ്നമായി. മറ്റേ ഓൽക്ക് എന്തെങ്കിലും പെട്ടെന്നായി കഴിഞ്ഞാണ്ടേ ആശുപത്രിക്ക് എത്തുമ്പോഴത്തേന് ഇവിടുന്ന് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കാലിയാവും. ഈ ദൂരം താണ്ടി പോകണ്ടേ. മതി. ഇത് ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ ഈ വിലന്നെ ഇത് പഞ്ചായത്തിനെ കുറിച്ച് ഓൽക്കും മെച്ചാണ് അല്ലേ. പിന്നെ ആദിവാസികൾക്കും ഉപകാരപ്രദമായ ഒരു രീതിയിലാവും. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓലുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഫണ്ട് പാസ്സാവില്ലത്. മുന്നിലേക്ക് ഇറങ്ങണം അല്ലേ. റോഡ് വളരെ മോശമാണ്. പേരറിയിട്ടോ. എന്തായാലും ഏതായാലും ഒക്കെ കൊണ്ടുവരുന്നതല്ലേ. എല്ലാം കൊണ്ടുവരുവേ. ഞാൻ കണ്ണക്ക് തുള്ളി മരുന്ന് പറഞ്ഞു വിട്ടതാ കൊണ്ടുവന്നെ. ആരോടാ പറഞ്ഞു? നിങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങളെ പൈസ തരുന്ന ആള് പൈസ തരില്ലേ. എപ്പോഴാ വരിക? മറ്റേ ഇയാളെ മറ്റേ പെൻഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തൊക്കെ ഉണ്ടാക്കണ ഊറായിട്ട് ഞാൻ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെ എന്താ ബാബുട്ടിയാക്കാൻ്റെ പെണ്ണ് അന്നേരം വിളിച്ചു.
എന്താ ഉണ്ടാക്കി ചോദിച്ചു. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മോളെ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങി പോര്, ഇവിടെ നിൽക്കാം, നാളെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു. ഈ ചാണ്ട് കയറങ്ങോട്ട് വച്ച എന്തൊക്കെ കൊടുന്നു എടുക്കാനൊക്കെ കൊടുന്നു. അതൊക്കെ അത് അവിടെ കുറ്റിയാക്കില്ലതാണ് ചെറിയ ഇതൊക്കെ ഇത് ഒന്നുമില്ലേ, ഓണപ്പാടൊന്നുമില്ല അവിടെ. ഓണപ്പാടൊന്നുമില്ലേ, ഒന്നുമില്ലേ എവിടെ ഇതൊക്കെ കൊടുന്നിട്ട് വേണ്ടക്ക് അവിടെ ഇതൊക്കെ അടിച്ചണല്ലേ, ഒക്കെ അടിച്ചണം. ഇനിയുണ്ടോ ദൈവേ, ചോപ്പാണിത്. അടിപൊളി മാക്സിയാണല്ലോ. ചോപ്പ് ഉഷാറല്ലേ, ചോപ്പ് ഉഷാറല്ലേ. ആ മാറ്റി തരാൻ അത് പുതപ്പുണ്ട്. ഞാൻ പറഞ്ഞ എന്നോട് നീലപ്പുള്ളിമ്മ ഇത് പറ്റും. നീലപ്പുള്ളി മാക്സി പറ്റാ അതല്ലേ? അതും ഇഷ്ടം. ഇത് കാപ്പി നന്നു, കാപ്പി മേച്ചി നന്നു, ഇത് നന്നു, ഇത് നല്ല മോള. ഇത് വേറെ കൊണ്ടുവരുന്ന എപ്പോ അതിലുണ്ടോ? നീ വരുന്നുണ്ടല്ലോ. ഉണ്ടാവൂല, അതില് പുറപ്പാണ്. ടൗസർ ഉണ്ടായിരുന്നില്ലേ? കുറച്ച് ഡേഞ്ചറല്ലേ? അറിയാതോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിവിടെ എക്കുകയാണെങ്കിൽ ശരിയല്ലോ. മാക്സ് തന്നെയാണ്. ടോപ്പാ? അത് ടോപ്പാണല്ലോ. ടോപ്പാണ്. തല ഇങ്ങോട്ട് പിടി, ഇവിടെ തല. ആ മാക്സ് തന്നെയാണ്, മാക്സ് ആണ്. തുറക്കാം. ആയിക്കോട്ടെ. കൊടുത്തോ. എന്തൊക്കെ അറിയണേ? ടാറ്റെടുത്ത ടാറ്റടിക്ക ടാറ്റെടുത്ത അയ്യോ ഓണായിട്ട് മൂപ്പായൊക്കെ വന്നേ പോയിന് പോയിങ്ങാണ്ട് നീ പോയി എന്നാ അടി കൊടുക്ക, ചന്തിക്ക് അടിച്ച വഴി താട്ടുക. ഞാൻ പരിപാടി തുണി പൊപ്പൊക്കെ ഉണ്ട്.